ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഇന്ന് പരീക്ഷ ഉണ്ട്, എനിക്ക് കടയിൽ പോകണം. ഇന്നലെ സൺഡേ ആയിരുന്നു, ഇന്നലെ അമ്മേനെ കാണാൻ പോയി. അമ്മേനെ കണ്ടു. ഞാൻ ഉച്ചയായിട്ടോ, കാരണം അമ്മ പത്തിരി ഞങ്ങൾ ഈ നോമ്പും കാലമായാൽ ഇവിടെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ പത്തിരി അങ്ങനത്തെയൊക്കെ കൊണ്ടുവരും ആൾക്കാർ. പത്തിരി ചിക്കൻ അങ്ങനെയൊക്കെ എന്താ വെച്ചാൽ ഈ നോമ്പുള്ള ആൾക്കാരുണ്ടാകുമ്പോഴേ അപ്പോൾ നോമ്പ് തുറ കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് ഇതുപോലെ സാധനങ്ങൾ കൊണ്ടുവരലുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന അമ്മ കഴിഞ്ഞ കൊല്ലമൊക്കെ അമ്മയ്ക്ക് ഇഷ്ടം പോലെ സാധനങ്ങളായിരുന്നു. പിന്നെ അതുമല്ല, ഒരു ഗുരുവായൂരുള്ള ഒരു കുടുംബം ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ വർഷം എന്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പലഹാരങ്ങളും അതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അവർ സക്കാത്തായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ മരുമക്കളൊക്കെ ഉംറയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പെരിന്തൽമണ്ണ ചില്ലീസൊക്കെ അവരാണ്, ചില്ലീസ് ഹോട്ടലൊക്കെ അവരുടേതാണ്. അപ്പോൾ അവർ എല്ലാവർക്കും പൈസ തന്നു, 200 വെച്ചിട്ട്. അമ്മേനെ ഇവിടെ വീട്ടിൽ വന്ന് കണ്ടു. ഞങ്ങളെ പരിചയം പോലും ഇല്ല. അവിടെ പണിക്ക് പോണ അവരെ പഴയ വീടാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. മരുമക്കൾ ഇവിടെ ജെംസിൽ പഠിക്കുകയായിരുന്നു രണ്ടാളും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള കീപ്പട്ടുള്ള മരുമക്കളെ കുട്ടികളൊക്കെ ഇവിടെ പാതിരമണ്ണ സ്കൂളിൽ വന്നു. അപ്പോൾ അവർ പോയി മാർച്ചിൽ ഈ വർഷം. ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതുകയെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം എന്തൊന്നുമില്ലാത്ത സാധനങ്ങളൊക്കെ തന്ന് സക്കാത്തും തന്ന് താത്താൻ്റെ വീട്ടിൽ ഗുരുവായൂർക്കും പോയി. മരുമക്കൾ വെക്കേഷൻ ടൈമിൽ ഗൾഫിലും പോയി. അങ്ങനെ സ്കൂൾ തുറന്ന സമയത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറേ മുട്ടായി, അതുപോലെ എന്താ പറയുക, അങ്ങനെ നല്ല സഹായം ചെയ്തു അവർ. അപ്പോൾ ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ല. എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, നമ്പർ ഫോണും കേടുന്നപ്പോൾ പോയി. ഇനിയിപ്പോൾ വേറെ ഒരാളടുത്ത് നിന്ന് നമ്പർ വാങ്ങിക്കണം. പിന്നെ താത്താനിപ്പം കഴിഞ്ഞ മാസം ഞാൻ കണ്ടു, 38 വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മകൾ പ്രസവത്തിനായിരിക്കുകയാണ്, അപ്പോൾ ഗൾഫിൽ പോവുകയാണ്, അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് പോവുകയാണ്. പിന്നെ മാർച്ചിൽ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. മരുമക്കളും ഉപ്പൊക്കെ ഇവിടുന്ന് പോവും. ഞാൻ ഗൾഫിനും പോവുകയാണ്. അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം, എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാനൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ലാത്തൊരു സങ്കടം, കാരണം കുറേ കാലം നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലെ സ്നേഹമുള്ള എനിക്കറിയില്ല, നമ്മളറിയ പോലും ഇല്ല. എനിക്ക് എന്തായാലും നോക്കട്ടെ, അവരെ നമ്പർ കിട്ടുകയാണെങ്കിൽ ഗുരുവായൂർ പോണ സമയത്ത് അവരെ വീട്ടിൽ പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇതുപോലൊരു താത്താനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മരുമക്കളാണെങ്കിലും മക്കളാണെങ്കിലും അതുപോലെ സ്നേഹിക്കുന്ന ഒരു ഉമ്മ. അപ്പോൾ ഒരു സമയത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എന്നോട് ചോദിച്ചു. ഇപ്പോൾ ഞങ്ങളെ വീട്ടിലത്തെ ചട്ടിയാണെങ്കിൽ അത് ഉണ്ടാക്കാതെ അതിൻ്റെ അടി അടന്നു പോന്നിട്ടുണ്ട്. എന്നാൽ എന്താ വെച്ചാൽ എപ്പോഴും ഉണ്ടാക്കൂലല്ലോ. മറ്റേത് അമ്മ ഉള്ള സമയത്ത് ആദ്യമൊക്കെ എന്തെങ്കിലും ഒരു ആണ്ടത്തിയൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാതെ അതിൻ്റെ ചട്ടീൻ്റെ അടി അടർന്നു പോകും. അപ്പോൾ അത് കാരണം അത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ താത്താനോട് പറഞ്ഞു, താത്ത ഞാൻ വേറെ എവിടുന്നെങ്കിലും മേടിച്ചു തരാം, പക്ഷേ വീട്ടിലത്തത് ആകെ അടി പോയേക്കും. അപ്പോൾ ഞാൻ എണ്ണ വയ്ക്കുമ്പോൾ ഞാൻ അടിക്ക് താഴെ പോകുമെന്നറിയില്ല, ഓട്ട ഇതായതുകൊണ്ട്. അങ്ങനെ ഉണ്ടാക്കി വേറെ വീട്ടിൽ നിന്ന് വാങ്ങി അത് ഉണ്ടാക്കി അവിടെ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു എന്താ പറയുക, ഭക്ഷണം കൊടുത്ത് അതുപോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ അവർ നാട്ടിൽ ശനിയാഴ്ച ദിവസം അവർ സ്കൂളില്ലാത്തതല്ലേ, അപ്പോൾ നാട്ടിൽ പോകും. പിന്നെ തിങ്കളാഴ്ച ഞായറാഴ്ച വൈകുന്നേരത്തൊക്കെ വരുള്ളൂ. അപ്പോൾ അവർ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ മുട്ട, പയർ, അങ്ങനത്തെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് തന്നെ. എൻ്റെ ജീവിതത്തിൽ ഗൾഫിലത്തെ മുട്ടായി എനിക്ക് കണ്ടിട്ട് മതിയായി. നമ്മൾ ഒരു കാലത്തൊരു മുട്ടായി കിട്ടാൻ കൊതിച്ചെന്നൊരു സമയം ഉണ്ടായിരുന്നു. അത്രമാത്രം സാധനങ്ങൾ തന്ന് നമ്മളെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, നമ്മൾ അത്രമാത്രം ചിരിച്ചും കൊണ്ടേ വർത്താനവും പറയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, താത്ത വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദി കൂറില്ല, കാരണം നമ്പർ തീർന്ന് പോയി. മറ്റേ വാട്സപ്പിലൊക്കെ ഉണ്ട് താത്ത മെസ്സേജൊക്കെ അയക്കി, എന്തായി ഇടയ്ക്ക് വിളിക്കുന്നേ, എന്തൊക്കെയാണ് അമ്മയുടെ വർത്താനം, എന്തൊക്കെയാണ് കുട്ടിയോ, എല്ലാവരുടെ കാര്യം ചോദിക്കും. മുരളീനൊക്കെ ഭയങ്കര കാര്യമാണ്.
മുരളി അവരെ വീട്ടിൽ പോയി അവർക്ക് തേങ്ങ ചിരവി കൊടുക്കും, വിറക് ഉണ്ടാക്കി കൊടുക്കും, പിന്നെ അത് ഓലക്കൊടി വെട്ടി എല്ലാം കൊണ്ടും വീടിൻ്റെ അകത്ത് ഓനെ കൊണ്ട് പറ്റുന്ന എല്ലാ പണികളും ഓന് ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ ഭയങ്കര കാര്യമാണ്. ഞങ്ങളെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അവർ മരുമക്കൾ വിസിറ്റിങ്ങിന് പോണതിൻ്റെ മുന്നേ കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് ഇതുപോലെ ഇവിടെ വന്ന് എല്ലാവർക്കും പൈസയൊക്കെ തന്ന് സന്തോഷമായിട്ട് പിന്നീട് കാണാമെന്നൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞ് പോയി. അതൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു കുടുംബം പെട്ടെന്ന് നമ്മളെ ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ എന്നോട് എപ്പോഴും പറയും ഞങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ എല്ലാവരും സ്നേഹവും കാണണം, പക്ഷെ അതുപോലുള്ള സ്നേഹം ഇവിടെ ഉള്ളവർക്കൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടെ നിന്ന് അങ്ങനത്തെ ഒരു സ്നേഹം, അതേപോലെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു നാടാത്, എന്തൊരു മനുഷ്യന്മാരാന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. നല്ല ഭാഷയാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു കുറേ ഇഡ്ഡലി ഉണ്ട് മോളെ, കുറേ ഇഡ്ഡലി ഉണ്ട്, അതുപോലെ പിന്നെ കായം കുറുക്കിയതുകൊണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഈ കായം കുറുക്കിയപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നായന്മാരും നമ്പൂതിരിമാരൊക്കെ വെക്കുന്ന പോലെ വറുത്തരച്ച് സാമ്പാർ എന്തോ ടേസ്റ്റാണ് അറിയും. ഒന്നും ഉണ്ടായിട്ട് പറയല്ലോ, ഗുരുവായൂർ ആ ഭാഗമല്ലേ, നല്ല രീതിയിൽ അവർ ഇത് വറുത്ത് പൊഴിച്ച് അരച്ച് വെച്ച സാമ്പാറിൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. അത്രമാത്രം കഷ്ണങ്ങളാണെങ്കിലോ അതുപോലെ കുറുകുന്നതിന് ഓരോ ഇഡ്ഡലി പറഞ്ഞാൽ പണ്ടത്തെ ഇഡ്ഡലി കൂട്ടതാണ്. അതിലത്തെ ഓരോ ഇഡ്ഡലി ഒന്ന് തിന്നാൽ മതി. അങ്ങനെ കുറേ ഇഡ്ഡലി, കുറേ പത്തിരി, എന്താ പറയുക, എല്ലാ സാധനങ്ങളും തന്നു. അപ്പം അമ്മ എന്നോട് ചെന്നപ്പോൾ ചോദിക്കുക ഗുരുവായൂർക്കാർ. അപ്പം ഞാൻ പറഞ്ഞ അമ്മ പോയിരുന്നു. അപ്പം അമ്മയ്ക്കൊരു വല്ലാത്തൊരു വിഷമം. ഞാൻ പറഞ്ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഗൾഫിൽ പോയി, മരുമക്കളൊക്കെ അവരെ പഠനം കഴിഞ്ഞ് ഓൺലൈനിൽ പരീക്ഷ എഴുതാണ്. അപ്പോൾ അവർ നാട്ടിൽ പോയി എല്ലാവരും. അവരുടെ ഉപ്പ പോയിട്ടില്ല, ഉപ്പയും നാട്ടിൽ പോയി പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്പർ വാങ്ങിച്ചിട്ടാണ് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദിവസം വിളിക്കാൻ. അമ്മയ്ക്ക് അതൊരു വല്ലാത്തൊരു വിഷമം പോയി. അമ്മ പറഞ്ഞ് കരയുക, മുരളി അവർക്ക് കുറേ പണിയൊക്കെ എടുത്തു കൊടുത്തേക്കുന്നു, എന്തോരം കാര്യമായിരുന്നു, എന്തെല്ലാം സാധനം തന്നിരുന്നു ഇങ്ങനെ പറയുന്നു. അമ്മ സങ്കടം കുറേ പറഞ്ഞ് കരഞ്ഞു. ഞാൻ പറയുന്നാലും അന്യ നാട്ടിൽ കിടക്കുന്ന മനുഷ്യന്മാരാണെങ്കിലും സ്നേഹം എന്ന് പറയുന്നത് എന്താ പറയുക, അതല്ലേ. എന്നെ കണ്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കണോടത്തുനിന്ന് ഇന്നെ റോഡ് മുറിച്ച് കടന്ന് വന്ന് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അത്രമാത്രം സ്നേഹമാണ് എന്നെയും കുട്ടീനെയും കാണുമ്പോൾ. അപ്പോൾ എപ്പോഴും പറയും പടച്ചോന് കാക്കുങ്ങളെ എന്നൊക്കെ പറയും. പടച്ചോൻ കാണുന്നുണ്ട് കുട്ടിയെ, ഒക്കെ പടച്ചോൻ ക്ലിയറാക്കും. ഞങ്ങൾ ഏത് നേരത്തും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോയിരുന്നു. അപ്പം അമ്മ കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വേറെ ആരെയൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ 2 ആഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ അത്ര വൈകിക്കലില്ല. എല്ലാ ഞായറാഴ്ചയും ഞാൻ പോണതാണ്. എനിക്ക് ശ്രീലക്ഷ്മിക്ക് ശ്വാസം മുട്ടും അലർജിയൊക്കെ വന്ന് 2 ആഴ്ചത്തോളം വയ്യാതെ ഏറ്റിക്ക് പോകാൻ കഴിഞ്ഞില്ല. കുറേ നീർച്ചകടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് മാറി. അപ്പോൾ ഇന്നലെ ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോയി ഇത്തിരി വൈകിട്ടോ. വീട്ടിൽ ഞായറാഴ്ച ഒരു സൊഴിവ് കിട്ടണേ, വീട്ടിലത്തെ സേവനവാരം അടിച്ചു വാരി ചൂടലും തുടക്കലും എല്ലാ പണിയും കഴിഞ്ഞു. രാവിലെ ചായ കൂടി കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറുണ്ടാക്കാമെന്നില്ല, ചോറും കൂടി ഉണ്ടാക്കുമ്പോഴേക്ക് അങ്ങോട്ട് പോകാൻ നേരം വൈകും. അപ്പം അങ്ങനെ അമ്മേൻ്റെ അടുത്ത് പോയി അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് തിളക്കിന് പുറത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്, കറണ്ട് അടുപ്പിലാണ്. അപ്പോൾ പോയി. അപ്പോൾ എന്നോട് പത്തിരീൻ്റെ കാര്യം അതിൻ്റെ മുന്നേ പറഞ്ഞു തന്നു. ഒൻപ് തുടങ്ങുന്ന ഒരു സമയത്ത് ഞാൻ പോയപ്പോൾ എന്നോട് തന്നെ ഇത്രങ്ങാനും സാധനം അവരൊക്കെ തന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്ത എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലായി കടന്നു കേട്ടോ. എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല, വേറെ എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കും, പക്ഷെ പത്തിരി ഉണ്ടാക്കാൻ അവരുണ്ടാക്കിയ മാതിരി അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ ഓരോരുത്തർ തന്നിട്ട് തിന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുഴ ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ സാധനം ചിലവാക്കി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുഴയും കാര്യങ്ങളൊക്കെ നേർക്ക് അറിയാതെ നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവും. ചിലർ പൊട്ടിപ്പോവും, ചിലർ പരത്തി വെച്ചിന്, അങ്ങനെയൊക്കെ ഉള്ളത്. ഇന്നലെ ഞാൻ എൻ്റെ ആ ഒരു ഇടങ്ങേറ് മാറുകയല്ലേ സത്യം പറയുക. അപ്പോൾ പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിങ്ങലായിട്ട് കിടക്കുകയാണെങ്കിൽ എന്നാൽ സുഖമില്ലാത്ത മാറ്റം എന്നിട്ട് വേണം അമ്മേനെ ഇത് കാണാം. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അല്ല, അതിന് മേലത്തെ ഞായറാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് ഞാൻ അമ്മയ്ക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളാരും ഒന്നും അങ്ങനെ വാങ്ങി തിന്നലില്ല. ഞങ്ങൾ ഇറച്ചി മീനിനോട് അത്ര വലിയ ഇതുള്ള ആൾക്കാരാണ്. അപ്പോൾ അമ്മയ്ക്ക്
ഇറച്ചി ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ട് ഞാനത് കൊണ്ടുപോകണം. കഴിഞ്ഞ ഞായറാഴ്ച അല്ല എൻ്റെ മേലത്തെ ഞായറാഴ്ച ചോദിച്ചപ്പോഴേക്കാണ് രാമൂർത്തി ഏകാദശി വളക്ക്. അപ്പോൾ അന്ന് ഇതുപോലെ ചിക്കനും മീനൊന്നും കൂട്ടാൻ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ച് എന്നിട്ട് ഞാൻ ഞങ്ങളെ വരികയാണെങ്കിൽ കൊടുത്തേക്കാലോ വെച്ചിട്ട് അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കണം എന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം റോഡ് ബ്ലോക്ക് ആവുമല്ലോ എന്നോർത്ത് ഞാനത് കൊണ്ടുപോയാൽ കുടുങ്ങും. പിന്നെ ഇവള് പറഞ്ഞു ഞാൻ ഏകാദശി വിളക്ക് ഇതുവരെ കണ്ടിട്ടില്ല അമ്മ, പരിപാടി കണ്ടില്ല. അപ്പം നമ്മുടെ 38 അയോധ്യയിൽ എഴുന്നള്ളത്തുണ്ട്. അപ്പോൾ അത് പിന്നെ കലാരൂപങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാട്ടിക്കൊടുക്കുക ശ്രീലക്ഷ്മിക്ക് ഓർത്തിട്ട് ഞാനിന്ന് പോയില്ല. അപ്പോൾ ആ ചിക്കന് 2-3 ദിവസം ഇവിടെ ഇരുന്ന് വല്ലാത്തൊരു ഖേദം എൻ്റെ ജീവിതത്തിൽ. ഒരു വണ്ടി എന്തെങ്കിലും വിളിച്ചിങ്ങാണ്ട് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു വണ്ടി വിളിച്ച് കൊണ്ട് കൊടുക്കാൻ മാത്രം ഇല്ലേനും. അപ്പോൾ അതൊരു വലിയ മനപ്രയാസമായി എനിക്ക് മാറി. ഞാൻ ഇന്നലെ അമ്മേനെ കാണാൻ പോയപ്പോൾ പൊറാട്ടയും പത്തിരിയും ഒക്കെ വാങ്ങിട്ടോ. എന്താ പറയുക, അമ്മയ്ക്കും ഈ പറഞ്ഞ മാതിരി അമ്മ മാത്രമല്ലല്ലോ അവിടെ, എല്ലാവരും ഇല്ല. അപ്പോൾ എനിക്കെങ്ങനെ വെച്ചാൽ ഞാൻ എല്ലാവരും അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ ഈ ഒറ്റട്ട് ജീവിക്കുന്ന സ്വഭാവം, ഓരോ സാധനം കൊടുക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഞാനൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ തിന്നിട്ടില്ലേലും വേണ്ടില്ല, ഞാൻ മറ്റുള്ളവരെ കൂട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും അവർ ഭയങ്കര ഗൗരവമാണ്, ഒരു ചൂടത്തി അങ്ങനെ ചൂടുണ്ട്. എന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യം കണ്ടാൽ ഞാൻ ദേഷ്യപ്പെടും, ചൂടാവൊക്കെ ചെയ്യും. അത് ശ്രീലക്ഷ്മീനോടായിക്കോട്ടെ അമ്മേനോടായി എല്ലാവരോടും ഇല്ല. അമ്മേനോട് അപ്പം തന്നെ ആ സെക്കൻഡ് കൊണ്ട് ഇതാവും. കാരണം പറഞ്ഞത് കേൾക്കാൻ ഞാൻ നല്ല ചീത്താറും. അപ്പോൾ ആങ്ങളേനെ ആണെങ്കിലും നല്ലോണം പറയും. അപ്പോൾ ഞാൻ ഇന്നലെ പൊറാട്ടയും പിന്നെ അതും പത്തിരിയും പിന്നെ ചിക്കൻ ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അമ്മയ്ക്ക് വാങ്ങണ മസാലയും നമ്മൾ കൂട്ടില്ല. അപ്പം എന്നാൽ അമ്മേൻ്റെ ഇത് പ്രകാരം ഇത് പ്രകാരം അവിടെ ഉണ്ടാക്കിക്കോട്ടെ ചെയ്തിട്ട് ചിക്കനൊക്കെ മേടിച്ചു, കട്ട്ലറ്റ് മേടിച്ചു ഒക്കെ മേടിച്ച് ഞാൻ പോയി. പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് ഈത്തപ്പഴം തന്നിട്ടുണ്ടായിരുന്നു മുതലാളീൻ്റെ വക. പിന്നെ ബ്യൂട്ടി മാർഗോൾഡിൻ്റെ വകയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്യൂട്ടി മാർഗോൾഡിൻ്റെ വക ഞങ്ങളിവിടെ എടുത്തു. അത് കാരക്കയായിരുന്നു. അത് അമ്മയ്ക്ക് കടിക്കാൻ വയ്ക്കില്ല. പിന്നെ മറ്റേത് ഞാൻ നല്ല ഈത്തപ്പഴമാണ്, പെട്ടെന്ന് ഇങ്ങനെ അളിഞ്ഞ് പോണ ഒരു സൈസ് നല്ല കറുകറുത്ത്. അപ്പോൾ അത് ഞാൻ അമ്മയ്ക്ക് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് ഉറുമ്പ് വരും കേട്ടോ. നമ്മൾ പെട്ടിയിലായാലും എവിടെ കൊണ്ടുവച്ചാൽ ഉറുമ്പ് വരും. എന്നിട്ട് ഞാൻ ഇത്ര ദിവസം എടുത്ത് വെച്ച് അതും ഒക്കെ കൊണ്ടുപോയി അമ്മേനെ നേരെ കാണാൻ പോയി. അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ തീർന്നു. പിന്നെ എന്തൊന്നും ഇല്ലാത്തൊരു വർത്താനം ഇന്നലെ അമ്മ എന്നോട് പറയുണ്ടായി. എനിക്കറിയില്ല, ഞാൻ പൊതുവേ ഒരു വിഷമത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും കൂടിയിട്ട് എന്നോട് മറ്റുള്ള കാര്യങ്ങളും കൂടിയും പറഞ്ഞപ്പോൾ നമ്മളെ ഉള്ളിലത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരോടും പറയൂല, നമ്മളെ ഉള്ളിലൊക്കെ. പക്ഷെ അതൊക്കെ പോട്ടെ. എങ്കിലും അമ്മ ഇന്നലെ എന്താ പറയുന്നത് വെച്ചാൽ എന്നോട് ചെല്ലാൻ പറയുന്നത് ഇതിനാണ്. അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ കൂടി കേൾക്കാനുള്ളൊരു എന്താ പറയുക മാനസികാവസ്ഥയല്ല ഞാനേ ഒരു പ്രഷറിലിരിക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ വിഷമമുള്ള കാര്യങ്ങൾ കേൾക്കണം തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അത് കേട്ടാൽ തന്നെ പിന്നെ എൻ്റെ മനസ്സ് പിന്നെ ആ ഒരു രീതിയായിരിക്കും. പണിയെടുക്കുമ്പോഴാണെങ്കിൽ ആരോടും മുണ്ടൂല്ല, പറയൂല, ചെറിയില്ല, കളിയില്ല, അങ്ങനത്തെ ഒരു മൈൻഡിലായിരിക്കും എൻ്റെ മൈൻഡ്. അത് നമ്മൾ അതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡ് ഒരു ഇതാവുമല്ലേ. നമ്മൾ എത്രയോ അവരെ സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിൽക്കുക. നമ്മളെ ദുഃഖങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് അങ്ങനെ ശ്രമിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ച് ജീവിച്ചതാണ് എൻ്റെ അമ്മ. ഇന്നും അതെ, ഇന്നും ആ ഒരു കഷ്ടപ്പാട് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും എന്നെക്കൊണ്ട് നിറവേറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കും. അത് എത്ര നാണ് എൻ്റെ കുട്ടിക്ക് പോലും ഇതുപോലെ ചെയ്ത് കൊടുക്കലില്ല. കാരണം ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല, അത്രമാത്രം ഞാൻ ചീത്ത ഞാൻ നല്ലോണം പറയും അമ്മേനെ. കാരണം അമ്മ എന്നെയും പറയും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 5 മിനിറ്റ് കൊണ്ട് സംഭവം കഴിയും. പക്ഷെ എന്താ വെച്ചാൽ നന്നാവാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഓരോ കാര്യം നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ചീത്ത പറയും. ആ ശ്രീലക്ഷ്മീനോടാണ് നല്ലോണം. ശ്രീലക്ഷ്മീനെ തല്ലിന് കണ്ടിട്ട് എന്നെ കയറി തല്ലും അമ്മ. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം പഠിക്കാത്തതിന് നല്ലോണം പറയും, നല്ലോണം ചീത്ത അറിയും. ഇപ്പോൾ പ്രത്യേകിച്ച് പരീക്ഷയല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ കുറേ അമ്മേനെ ചീത്ത പറയുമ്പോൾ ഇന്നലെയൊക്കെ വല്ലാത്തൊരു വിഷമമായി. ചീത്ത പറയുന്നത് നല്ലതിനാണ്, നീട്ട് നടക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ ചെയ്യണം, കുട്ടിയമ്മേനെ ബുദ്ധിമുട്ടിക്കരുത്, കുട്ടിയമ്മ നേരം വെളുത്ത് ഉച്ച വരെ ഒരു പണിക്കും അടുത്ത് ഈ ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കടന്ന് കഷ്ടപ്പെടുന്നത്. ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കുട്ടിക്കാലത്ത്
ഒരിക്കലും ഞാൻ മറക്കൂല. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ അടച്ചാൽ ഇങ്ങനെ നാളെ അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുക വിരുന്ന് പോകാൻ. അങ്ങനെ ഞങ്ങൾ വിരുന്ന് പോയി. ഞങ്ങൾക്ക് എന്താ പറയുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാനാണ്. അടയ്ക്കുന്ന കുഴി വീടാണ്. എല്ലാ വീട്ടിലും കുട്ടികളുണ്ട്, കളിക്കാനും പോവാനും. അമ്പലക്കുളം ഉണ്ട്, അവിടേക്ക് വൈകുന്നേരത്ത് മേൽ കഴുകാനാണെങ്കിൽ കുളിക്കാനാണെങ്കിൽ പുഴയ്ക്ക് പോകാൻ എല്ലാത്തിനും ഭയങ്കര ഒരു തുള്ളിച്ചാട്ടമാണ് ഞങ്ങൾക്ക്. അങ്ങനെ ജീവിച്ചിരുന്നതാണ് ഞങ്ങൾ. പക്ഷെ അന്നത്തെ കാലമല്ലല്ലോ. അമ്മാവന് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നോക്കാം. അമ്മാവന് നീക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു 10 ഉറുപ്യ കൊണ്ട് കൊടുക്കണം എന്ന് നമ്മളെ മനസ്സിലുണ്ട്. കാരണം അത്രമാത്രം കഷ്ടപ്പാട്, എന്താ പറയുക, അത്രമാത്രം ഇടങ്ങേറുകളാണ് അമ്മാവന് ഏറ്റാളുള്ളത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അമ്മയും ആളൊക്കെ പോയിരിക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ സന്തോഷമില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ പോവുകയും ചെയ്യും. പിന്നെ പണിക്ക് പോകും, അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള സമയത്ത് അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും, ചെയ്ത് കൊടുക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ അതുപോലെ ഒരുപാട് അച്ഛനില്ലാത്ത സ്ഥാനത്താണെങ്കിലും അമ്മാവനാണെങ്കിലും ഞങ്ങളെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ട് തന്നെ ഇന്ന് വരെയും പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ ഇന്നും പോയിട്ടുള്ളൂ. അപ്പോൾ വീട് പൊളിച്ച് മേയണം. അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കണം. നോൻപ് കഴിയാതെ ഒരിക്കലും പറ്റില്ല, നോൻപായതുകൊണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കണം. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി എന്തായാലും ഞാൻ എൻ്റെ ലാസ്റ്റ് വർത്താനാണ്, എനിക്ക് ആരോടൊന്നും പറയാനില്ല, എന്നോടാണ് പറയാനുള്ളത്. അപ്പോൾ വീട് നല്ല നോക്കണം, അതിൻ്റെ ഉള്ളിൽ പാത്രങ്ങളും ഇതൊക്കെ ഉള്ളതൊക്കെ നേർക്ക് നോക്കിക്കൊണ്ടു. ഓൻ്റെ കാര്യം നോക്കണ്ട. അങ്ങനെ കുറേ വർത്തമാനങ്ങൾ നിങ്ങളാണ് ജീവിക്കാനുള്ളത്. കുട്ടീനെ നല്ല നോക്കണം. എന്നെ സ്കൂളിലേക്ക് നേർക്ക് ആക്കിക്കൊണ്ട് ഓളോടും കുറേ ഉപദേശിച്ചു. റോഡൊക്കെ മുറിച്ച് കിടക്കുമ്പോൾ നോക്കണം, ആരുമില്ല ഒന്നും പറയാൻ എന്നൊക്കെ. അങ്ങനെ കുറേ സങ്കടം വിഷമങ്ങളൊക്കെ കേട്ട് പോകും. കേട്ട് പോന്നിട്ടൊരു സമാധാനമില്ല. പൈസ ഇന്നല്ലെങ്കിൽ നമുക്ക് നാളെ ഉണ്ടാക്കാം. പക്ഷെ ഓരോ വാക്കുകൾ ഒരുപാട് പ്രശ്നത്തിൽ നിന്നൊക്കെ തരണം ചെയ്ത് എന്നെ കച്ചിലാക്കി. എന്താ പറയുക, ഞാൻ അങ്ങൊക്കെ പറഞ്ഞു, എന്താ വെച്ചാൽ പറയില്ല എന്ന് നിർത്തിയില്ലല്ലോ. ഞാൻ അമ്മേനെ ഇടങ്ങാറാക്കണ്ടല്ലോ, നമുക്ക് ചെയ്യാം, വീട് നമുക്ക് പൊളിച്ച് മേയണം, നോൻപ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ചു. സന്തോഷമായിട്ട് ഞാൻ ചെന്ന് പോരുന്നത് വരെ അമ്മേൻ്റെ അടുത്ത് തന്നെയാണ്. കുറേ കാര്യങ്ങൾ ഓനച്ച് കണക്കാക്കണ്ട, വീട് ഇതൊക്കെ നേർക്ക് നോക്കിക്കൊണ്ട് നമ്മളെ സ്ഥലം പുറത്തേക്ക് പോകാതെ നോക്കിക്കൊണ്ട്, അത് പുറത്ത് പോയിട്ട് നമുക്ക് മെയ്തിയ വാക്ക് ഓലാണ് എടുത്ത് കൊടുന്നത്. അപ്പം അതുകൊണ്ട് ഇനി അത് പോകാതെ നോക്കിക്കോ. പോയിട്ടുണ്ടെങ്കിൽ വാടകയ്ക്ക് പോയി നിൽക്കുമ്പോൾ അതിൻ്റെ വേദന അറിയും എന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് പോകുന്ന ഇവിടെ വന്നെങ്കിലും ഒരു സമാധാനം. ഒന്നിക്ക് ഏറ്റവും വലിയ വേദന തോന്നിയത് എൻ്റെ കുട്ടീനോട്. വണ്ടിയൊക്കെ നല്ല നോക്കിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ
സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നോക്കി മുറിച്ച് കിടക്കണം കേട്ടോ, ആരും ഒന്നും പറയാൻ നമ്മളെ കാര്യത്തിന് ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ വന്നതാണ്. നേരെ അതൊക്കെ കേട്ട് പോന്നിട്ട് സമാധാനമില്ല. അമ്മേൻ്റെ മുന്നിൽ ഞാൻ ആന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ വന്ന് ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ച് രാത്രി കാരണം പറയാൻ കഴിയുന്നില്ല.